കിങ്ങിണിക്കുട്ടൻ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാണ്. അത് മറച്ചു വെച്ചിട്ട് ഇവിടെ സംഘർഷവും ലഹളയും ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇതിട്ടിന്റെ പേരിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടാവോ? ഇതിന്റെ FIRൽ കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ചതാണ് ഇതിന്റെ കാരണമെന്ന് പറയുന്നില്ല. എൻ്റെ കയ്യിൽ ഇതിന്റെ FIRന്റെ കോപ്പിയുണ്ട്. ഇതിനകത്ത് പറയുന്നത് എന്താ അറിയോ? ബഹുമാനപ്പെട്ട കേരള ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അവറുകൾക്ക് മാതൃഭൂമി ചാനലിൽ നിപ്പ രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖം മാതൃഭൂമി ചാനലിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് താഴെ CPM പ്രവർത്തകനായ വിപിൻ തോറ്റമ്പുറം എന്നയാൾ 13/6/2026 തീയതി 12 മണിക്ക് കമന്റായി സമൂഹത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ സംഘർഷവും ലഹളയും ഉണ്ടാക്കത്തക്ക വിധം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്നും മറ്റും. അതൊന്ന് ആലോചിച്ച് നോക്കണം. കിങ്ങിണിക്കുട്ടൻ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാണ്. അത് മറച്ചു വെച്ചിട്ട് ഇവിടെ സംഘർഷവും ലഹളയും ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ വേടിട്ടതിന്റെ പേരിൽ മറ്റും അതങ്ങ് പിന്നെ അങ്ങ് പിടിക്കുവാണല്ലോ. ഇതിട്ടിന്റെ പേരിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടാവോ? ഞാൻ വിചാരിക്കുന്നില്ല ഇത് മുരളീധരന്റെ അറിവോടെ വന്ന പരാതിയും മുരളീധരൻ പറഞ്ഞിട്ട് പോലീസ് കേസെടുത്തതുമാണ് എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല. അത്രയ്ക്ക് അല്പനൊന്നും ആയിരിക്കില്ല അദ്ദേഹത്തെ പോലെ ഒരു പൊതുജനങ്ങൾക്കിടയിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നാണ് ഞാൻ സ്വാഭാവികമായും വിചാരിക്കുന്നത്. പോലീസ് കുറച്ചും കൂടി മാറേണ്ടതുണ്ട്. ആരെങ്കിലും പരാതിയായിട്ട് വരുമ്പോൾ അത് ഭരണപക്ഷത്ത് നിന്നാണെങ്കിൽ പിന്നെ എല്ലാ വകുപ്പുകളും ചേർത്ത് കേസെടുക്കാം എന്ന ഒരു നിലപാടും അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് രാഷ്ട്രീയ നേതൃത്വം കൂടി ചിന്തിക്കരുത്. രാഷ്ട്രീയ നേതൃത്വം കണ്ണടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇനിയും ഇട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു കേസ് എടുത്തു എന്ന് അറിയുമ്പോൾ തന്നെ ആ മന്ത്രി തന്നെ എനിക്ക് പരാതിയൊന്നുമില്ല കേട്ടോ, അതങ്ങ് പിൻവലിച്ചേക്ക് എന്ന് വിളിച്ചു പറയുന്ന ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. കാരണം ഇങ്ങനെ വിമർശിച്ചതിന്റെ പേരിൽ കേസെടുത്ത പലതിൻ്റെയും പേരിൽ അന്യായമായി കേസുകൾ എടുത്തതിനെതിരായ ഒരു ജനവിധി കൂടിയാണ് ഈ സർക്കാരിനെ അധികാരത്തിലേറ്റിയത് എന്ന് കോൺഗ്രസ്സുകാർ കരുതണം. ഈ പരാതി കൊടുത്തിരിക്കുന്നത് മഹാൻ KPCC മെമ്പറാണ് കേട്ടോ. ഈ ഒരു KPCC മെമ്പറുടെ വിശാലത എത്രമാത്രം ഉണ്ട്. ഇത് വേറൊന്നും വിളിച്ചതല്ലല്ലോ. ഇനി അത് അങ്ങേയറ്റം പോയാൽ നിങ്ങൾക്ക് അത് അധിക്ഷേപ വാക്കുകൾ മോശം വാക്കായിട്ട് നമുക്ക് തോന്നാനില്ല. ഇനി ഒരു അധിക്ഷേപമായിക്കട്ടെ. ഒരാൾ തീരുമാനിക്കുകയാണ് എന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് അധിക്ഷേപമാണ് എന്നൊരാൾക്ക് തോന്നിയാൽ ഓക്കെ, അധിക്ഷേപമായി കോടതി പോകണം, സിവിൽ കേസ് പോകണം. അധിക്ഷേപിച്ചാൽ ഇത് എന്തുവാണ്? ഇതൊക്കെ കേസെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൂടി അവരുടെ പണിയുടെ വില കൂടി കളയുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് എവിടെയായിരിക്കണം, എന്തിനായിരിക്കണം കേസെടുക്കേണ്ടത്, എന്താണ് ഈ ലഹളയുണ്ടാക്കൽ, എന്താണ് ഈ സംഘർഷമുണ്ടാക്കൽ എന്നതിനൊക്കെ ഒരു കോമൺ സെൻസ് പ്രയോഗിക്കണം ഒരു കേസെടുക്കുമ്പോൾ എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ള ഇത് വായിച്ചിട്ട്.